ഈ ബജറ്റ് എന്താണ് മോദി ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥമായ സ്വഭാവമെന്ന് വിളിച്ചറിയിക്കുന്നത്? ആ സ്വഭാവം വാഗ്ദത്ത ലംഘനത്തിൻ്റെതാണ്. ഒന്ന് പറയും, വേറൊന്ന് ചെയ്യും. വടക്കോട്ട് പോകുമെന്ന് പറയും, പക്ഷേ മോദി ഗവൺമെൻറ്, BJP ഗവൺമെൻറ്, RSS ഗവൺമെൻറ് വടക്കോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അത് തെക്കോട്ടേ പോകും. ഇത് പുതിയ കാര്യമല്ല. ഈ ബജറ്റും അത് വ്യക്തമാക്കിയിരിക്കും. അവർ കൊട്ടിക്കൊഴിച്ച് വിളിച്ചു പറഞ്ഞത് ഈ ബജറ്റ് യുവശക്തി ബജറ്റാണെന്ന്. എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ യുവശക്തി ബജറ്റ് എന്ന് വിളിക്കപ്പെട്ട ഈ ബജറ്റിനകത്ത് തൊഴിലില്ലായ്മയ്ക്കെതിരായി തൊഴിലവസരം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി കാണേണ്ടതാണ്. ഇതൊന്നുമില്ല. തൊഴിലില്ലായ്മ 45% വർദ്ധിച്ചിരിക്കുകയാണ്. നിർമ്മലാ സീതാരാമൻ്റെ യുവശക്തി ബജറ്റിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി, അവർക്ക് തൊഴിലുണ്ടാക്കാൻ വേണ്ടി ഒരു പദ്ധതിയുമില്ല. ഈ ബജറ്റ് അദാനി അംബാനി ബജറ്റാണ്. ഇത് കോർപ്പറേറ്റ് വിധേയത്വ ബജറ്റാണ്. BJPയുടെ ബജറ്റ് എല്ലാ പ്രകാരത്തിലും ജനങ്ങളെ മറക്കുന്ന ബജറ്റാണ്. ഏറ്റവും അധികം വിവേചനത്തിന് പാത്രമായത് കേരളമാണ്. കേരളം മാത്രമല്ല, കേരളം പോലെയുള്ള അവർക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാ സംസ്ഥാനങ്ങളും ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ്റെ ഇരയായിരിക്കുന്നു. അതുകൊണ്ട് വിവേചനത്തിനെ രാഷ്ട്രീയ ജാട കൊണ്ടും രാഷ്ട്രീയ വാക്ചാട് കൊണ്ടും മൂടിവെക്കാനുള്ള സാമർഥ്യം ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഇവിടെ വീണ്ടും കാണിച്ചിരിക്കുന്നു. അവർ വളരെ കാര്യമായിട്ട് എപ്പോഴും പറയുന്നത് വിശ്വാസികളെ പറ്റിയൊക്കെയാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ, തീർത്ഥാടന സൗകര്യം, ഇതൊക്കെ പറയും. അതിനുവേണ്ടി മോദി ഗവൺമെൻറ് പിൽഗ്രിം ടൂറിസം നയമായി പ്രഖ്യാപിച്ച ഗവൺമെൻറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട പിൽഗ്രിം കേന്ദ്രങ്ങളാണ് ശബരിമല, ഗുരുവായൂർ, വൈക്കം തുടങ്ങി തെക്കും വടക്കുമല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിൽഗ്രിം സെൻറ്റേഴ്സ് കേരളത്തിൽ. ഗവൺമെൻറ് പറഞ്ഞ ഈ പിൽഗ്രിം ഇടനാഴികളിലൊന്നും കേരളം സ്ഥലം പിടിച്ചില്ല. ശബരിമലയിലില്ല, സൗകര്യങ്ങളൊന്നും പുതുതായിട്ടില്ല. കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെയും തീർത്ഥാടകരെയും പാടയെ മറന്ന BJPയും കേന്ദ്ര ഗവൺമെൻറ്റും വോട്ടുകാരും വരുമ്പോൾ മാത്രം ദൈവങ്ങളെ പറ്റി പറയും. ദൈവവും വിശ്വാസവും അടക്കം എല്ലാം BJPക്ക് വോട്ടിൻ്റെ മാത്രം കാര്യമാണ്. വോട്ട് കഴിയും വരെ പറയും ദൈവം. ആരും വരുമ്പോൾ വർത്തമാനം മാത്രമെല്ലാം പോകാം. BJP പാലം കടക്കുവോളം നാരായണ എന്ന് പറയും. പാലം കടന്നാൽ BJP പറയുന്നത് പൂരായണ എന്ന്. ബജറ്റും ആ കാര്യം വ്യക്തമാക്കി. ഞാൻ എണ്ണി പറയാം. കേരളത്തിൻ്റെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. കൊണ്ട് വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള തുറമുഖത്തിൻ്റെ വളർച്ച പൂർത്തിയാക്കണമെങ്കിൽ അവിടെ വന്നെടുക്കുന്ന കണ്ടെയ്നേഴ്സ് വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ വേണ്ടിയുള്ള ഒരു റെയിൽവേ സിസ്റ്റം വേണം. അത് വിഴിഞ്ഞത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ബജറ്റിൽ പക്ഷേ ഒന്നുമില്ല. ഒരു വ്യവസായ കോറിഡോർ, ഇത് പലപ്പോഴും പറഞ്ഞ കേട്ട കാര്യമാണ്, പരിഗണിക്കാമെന്ന് കേന്ദ്രം പറഞ്ഞ കാര്യമാണ്, കേരള സർക്കാർ ആവശ്യപ്പെട്ട കാര്യമാണ്.
പക്ഷെ ഇൻഡസ്ട്രിയൽ കോറിഡോറിലും മേളമില്ല. ബോംബെ പൂനെ എന്നല്ല ഞാൻ കേട്ടു ബജറ്റ്. ബോംബെ പൂനെ എന്നൊക്കെ പറയുമ്പോഴും അത് വെറും പറച്ചിലല്ല, അതൊക്കെ രാഷ്ട്രീയമാണ്. ബി ജെ പിക്ക് ഇഷ്ടപ്പെട്ട സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, ബി ജെ പിയുടെ പെറ്റ് സ്റ്റേറ്റ്സ്. അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും. ബോംബെ ആയാലും പൂനെ ആയാലും എവിടെയായാലും കൊടുക്കും. അവർക്ക് രാഷ്ട്രീയ കലർത്താൻ ഇഷ്ടപ്പെടാത്ത കമ്പനികളുണ്ട്, കേരളം പോലെയുള്ള. അവിടെയെല്ലാം പാചകം മാത്രം. ഈ ബജറ്റിലും ആ കാര്യം വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. ബജറ്റ് മാരിടൈം ക്ലസ്റ്റർ എന്നിട്ട് പറയുന്നത് ഏറ്റവും വലിയൊരു തീര സംസ്ഥാനമാണ് കേരളം. തെക്ക് വടക്ക് മുഴുവനും തീരമുണ്ട്. തെക്കും വടക്കും എല്ലാം തീരമാണ് കേരളത്തിൻ്റെ. എല്ലാം മുട്ടിക്കിടക്കുകയാണ്. അതിർത്തി പടിഞ്ഞാറ് ഭാഗത്തെല്ലാം സമുദ്രമാണ്. മാരിടൈം ക്ലസ്റ്ററിൽ അപ്രകാരം ഒരു സംസ്ഥാനത്തിന് സ്ഥാനം വേണ്ടേ? ബി ജെ പിയും നിർമ്മലാ സീതാരാമനും പറയുന്നു കേരളം വേണ്ട. എന്താ കാരണം? അവിടെ ഇടതുപക്ഷം ഭരിക്കുന്നു. അവർക്ക് ഭൂമിശാസ്ത്രം ബാധകമല്ല, ചരിത്രം ബാധകമല്ല, യാഥാർത്ഥ്യം ബാധകമല്ല, രാഷ്ട്രീയ ഇഷ്ടം, രാഷ്ട്രീയ അനിഷ്ടം അത് മാത്രം ബാധകം. ആണ് എൻ്റെ ഗവൺമെൻറ് ഭരിക്കേണ്ടത്. ഈ മാരിടൈം ക്ലസ്റ്റർ അടക്കമുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് കാണിക്കുന്ന വഞ്ചനയെ പറ്റി പറയുമ്പോൾ ഞാൻ പറയട്ടെ. ഞാൻ പല കാര്യങ്ങളുടെയും തലക്കെട്ട് കണ്ടു. അതിലേക്ക് റെയിൽവേ ഇല്ല, ആമയുണ്ടെന്ന് തലക്കെട്ടാണ് ഞാൻ വായിച്ചത്. നിങ്ങളുടെ ഇന്ത്യൻസിനെ കണ്ടതാണ്. അതിവേഗ പാതയില്ല, ആമയുണ്ടെന്ന് പറഞ്ഞാൽ തമാശ അതിനകത്തുണ്ട്. ആർക്കും വ്യാമോഹം വേണ്ട. ആമയെ സംരക്ഷിക്കുക വഴി സമുദ്രത്തിൻ്റെയും പരിസ്ഥിതിയെ ബി ജെ പി ഗവൺമെൻറ് സംരക്ഷിക്കാൻ പോകുന്നുവെന്ന് ആർക്കും വ്യാമോഹം വേണ്ട എന്ന് എഴുതി വയ്ക്കുന്നു. ഈ ആമ സംരക്ഷണത്തിൻ്റെ വർത്തമാനം വെറും പൊള്ളത്തരമാണ്. ആമയുടെ സംരക്ഷണത്തിന് വേണ്ടത് ഒരു പ്രഖ്യാപനം മാത്രമല്ല, അത് മാത്രമല്ല, സമുദ്രം, സമുദ്രതീരം, അന്തർഭഗങ്ങൾ ഇതെല്ലാം വേണ്ടതുപോലെ പ്രൊട്ടക്ട് ചെയ്താലേ ആമയ്ക്കും ഭാവിയുള്ളൂ, ആമയ്ക്കും ജീവിതമുള്ളൂ. അവിടെ എന്താ ഗവൺമെൻറ് നയം? അവിടെ ഗവൺമെൻറ് നയം ബ്ലൂ ഇക്കോണമിയാണ്. ബ്ലൂ ഇക്കോണമി എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ ആഴവും മേൽപ്പരപ്പും അതിൻ്റെ തീരവും എല്ലാം കൊള്ളയടിക്കുന്നതാണ്. കണ്ണും പൂട്ടിയിട്ടുള്ള ഭ്രാന്ത് പിടിച്ച ഖനനത്തിന് വേണ്ടി നമ്മുടെ എല്ലാ സമുദ്രങ്ങളെയും മാറ്റിവെച്ച ഒരു ഗവൺമെൻറ് ആ പാപത്തിൻ്റെ കറ മൂടി വയ്ക്കാൻ വേണ്ടി ആമയെപ്പറ്റി പറഞ്ഞാൽ അത് കേട്ടൊന്നും കേരളക്കാരും ഇന്ത്യക്കാരും വഞ്ചിക്കപ്പെടാൻ പോകുന്നില്ല. ആമയ്ക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ആമ പറഞ്ഞേനെ. എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തെയും സമുദ്രങ്ങളെയും തീരദേശങ്ങളെയും ആകത്തന്നെയും വഞ്ചിക്കുന്ന മത്സ്യബന്ധനത്തെ, ആ മത്സ്യബന്ധനത്തെ ഭുജപരമായി കാണുന്ന കോടിക്കണക്കായ തൊഴിലാളികളെ, മത്സ്യസമ്പത്തിനെ, അതിൻ്റെ എല്ലാം ആവാസ വ്യവസ്ഥയായ കടലിനെ, കടലാഴങ്ങളെ, കടൽ തീരങ്ങളെ, അവിടെയെല്ലാം നിർബാധമായ ഖനനത്തിന് വേണ്ടി ഒഴിഞ്ഞുകൊടുത്ത ഗവൺമെൻറ്റാണ്. ആ കൊള്ളക്കാർ പറയുന്നത് ഞങ്ങൾ ആമയെ കാത്തുരക്ഷിക്കുന്നു. ആമയ്ക്ക് രക്ഷയില്ല, കടലിനും രക്ഷയില്ല, കടൽ തീരവും കടലാഴവും ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതൊക്കെ വേണ്ടത് എല്ലായിടത്തും ഉത്തരങ്ങളുടെ കൊള്ളയ്ക്ക് കുളപിടിക്കലാണ്. അതാണ് ബജറ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള വർഗ സ്വഭാവം. അതാണ് രാഷ്ട്രീയം. ഗിമ്മിക്സ് കൊണ്ട്, കൊടുക്കൈ കൊണ്ട് കൂടുതലൊക്കെ ശ്രമിക്കാൻ പറ്റുന്നത്. ആ മഹതി വാചാലയാണെന്ന് എനിക്കറിയാം. വ്യക്തിപരമായി എൻ്റെ സുഹൃത്തുമാണവർ. പക്ഷെ അവർക്ക് ഈ സാമർത്ഥ്യം വളരെ കൂടുതലാണ്. മോദിയുടെ യഥാർത്ഥ അനുയായിയെ പോലെ വാചക സാമർത്ഥ്യം കൊണ്ട് സ്വന്തം സാമ്പത്തിക രാഷ്ട്രീയ സാമർത്ഥ്യങ്ങളെ മൂടി വയ്ക്കാൻ പ്രാവീണ്യം കാണിച്ച നിർമ്മലാ സീതാരാമൻ്റെ മഹതി ഈ ബജറ്റിലും അതേ നാളെ കഴിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് അങ്ങേയറ്റം നിരാശ ഉണ്ടാക്കുന്നുണ്ട്.
നെല്ല് സംഭരണത്തിന് വേണ്ടിയുള്ള സഹായം ചോദിച്ചത് കേരള ഗവൺമെൻറ്. ഇന്ത്യയിലെ കൃഷിക്കാരുടെ ആവശ്യമാണ്. ഇന്ത്യയിലെ, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തീറ്റിപ്പെടുന്ന കൃഷിക്കാരുടെ അവകാശമാണ് യഥാവിധി കൃത്യമായ സമയത്ത് നെല്ല് സംഭരണം നടക്കുക എന്നുള്ളത്. കേരളത്തിലെ നെൽകൃഷിക്കാർക്ക് കാത്തിരിക്കാൻ തോന്നിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വാഗ്ദാനം ഉണ്ടാകുന്നത് ഒന്നുമേയില്ല. നെല്ല് സംഭരിക്കാൻ യഥാസമയത്ത് അതിന് പണമെത്തണം, മില്ലുകൾ വേണം, അവിടെ അരിയാകുന്ന അരി സംഭരിക്കപ്പെടണം, ഇതെല്ലാം വേഗത്തിൽ വേണം, അതിന് പണം വേണം. അതുകൊണ്ടാണ് കേരള സർക്കാർ യഥാസമയത്ത് കേന്ദ്രത്തോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മറുപടി പരിഗണിക്കാമെന്നായിരുന്നു. പക്ഷെ ആ പരിഗണന കടലാസിൽ പോലും കണ്ടില്ല. കേരളത്തെ അക്കാര്യത്തിലും BJP ഗവൺമെൻറ് വഹിച്ചിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയമായിട്ട് BJPക്ക് വെറുപ്പാണ് കേരളത്തെ. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തെ അവർക്ക് ഭയമാണ്. ഈ ഭയവും വെറുപ്പും കൂടി ചേർന്ന് കാലാകാലങ്ങളായിട്ട് കേരളം നേരിടുന്ന വിഭജനത്തിൻ്റെ ഒരു പുതിയ മുഖമാണ് ഈ ബജറ്റ്. ബജറ്റ് രാഷ്ട്രീയ അന്ധതയുടെ ബജറ്റാണ്. ബജറ്റ് വിവേചനത്തിൻ്റെ മാനിഫെസ്റ്റോയാണ്. അതുകൊണ്ട് ഈ ബജറ്റ് കേരള വിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണ്, ജനവിരുദ്ധമാണ് എന്ന് പറയാൻ ഞാൻ പഠിക്കുന്നില്ല. ഇത് യുവശക്തികളെ വില പറഞ്ഞുകൊണ്ട് യുവാക്കളെ വഞ്ചിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെയാണ് ഓൾഡ് ഏജ് ആയ മനുഷ്യർ, വാർദ്ധക്യം ബാധിച്ചവർ. ഈ സമൂഹം കൂടുതലായിട്ട് വാർദ്ധക്യത്തിൻ്റെ വിഷയത്തിൽ എഴുതുകയാണ്. മനുഷ്യായുസിൻ്റെ ദൈർഘ്യം വർദ്ധിക്കുകയാണ് ഇവിടെ. നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. വേഗനയുണ്ട് ഓൾഡെന്ന് പറയുന്ന കാര്യം. ശാരീരിക ദൗർബല്യങ്ങൾ, ഒറ്റപ്പെടലുകൾ, മാനസികാഘാതങ്ങൾ തുടങ്ങി ഓൾഡ് ഏജ് എന്ന അവസ്ഥ നേരിടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം ബാധകമായ ഒന്നാണ് അവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി. ആ പദ്ധതിയെപ്പറ്റി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതില്ല. വാർദ്ധക്യം എടുത്തവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളുടെ ഒരു വാക്കുപോലും പറയാത്ത ഈ ബജറ്റ് അവരെയും വിളിപ്പിച്ചിരിക്കുന്നു. യുവാക്കളൊക്കെ വിളിപ്പിക്കുന്നു ആ ഗവൺമെൻറ്. അതുപോലെ തന്നെ വൃദ്ധരെയും വിളിപ്പിക്കുന്നു. കേരളത്തിലും ഇന്ത്യയിലും ലക്ഷക്കണക്കിന് പേരുണ്ട് പ്രവാസികൾ. അവരുടെ മടങ്ങിവരവിൻ്റെ കാലമാണ്. ആ പ്രവാസികൾക്ക് അവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ സംരക്ഷണം വേണം, തിരിച്ചു വന്നാൽ ജീവിക്കൽ കൈത്താങ്ങ് വേണം. അതുകൊണ്ട് പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി, ഇവിടെ പുനരധിവാസത്തിന് വേണ്ടി ബജറ്റ് എന്തെങ്കിലും പറയുമോ എന്നറിയാൻ നമ്മൾ കാത്തിരുന്നു. ബജറ്റ് അവിടെയും മൗനമാണ്. എന്ത് ബജറ്റാണിത്? എന്ത് ബജറ്റാണ്? എല്ലാവരുടെയും കണ്ണിൽ പിടിയിടാൻ വേണ്ടി ഓരോ പേര് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞുകൊണ്ട് വൻകിടക്കാരെയും കോർപ്പറേറ്റ് ചൂഷകരെയും മാത്രം കാത്തുരക്ഷിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ ധനമന്ത്രി, ഒരു പ്രധാനമന്ത്രിയുടെ അതേ വഴിക്ക് പോകുന്ന ധനകാര്യമന്ത്രി മുമ്പേ ഗമിക്കുന്ന ഗോവധൻ്റെ ഗംഭീര ഗമിക്കുകയാണ് ബജറ്റിലൂടെ. എല്ലാം കാപട്യം നിറഞ്ഞ കപട പ്രഖ്യാപനങ്ങൾ മാത്രം. ഇവിടെ എയിംസിനെ പറ്റി നമ്മൾ ആർക്കാലം കേട്ടു. ഒരു മന്ത്രി നടന്നു പറഞ്ഞു എയിംസ് അവിടെയാണ് ഇവിടെയാണ് എവിടെ പറഞ്ഞു. ആരോഗ്യമന്ത്രി വളർന്നു പറഞ്ഞു. തൃശ്ശൂരാണോ കോഴിക്കോടാണോ ആലപ്പുഴയാണോ എന്ന് നമുക്കറിയില്ല. തൃശ്ശൂരെ MP ആയിട്ട് മന്ത്രി പറഞ്ഞു അവിടെയല്ല വരേണ്ടത് ആലപ്പുഴയാണെന്ന് പറഞ്ഞു. ഇതെല്ലാം വിചിത്രമാണത്. വിജയം തന്നെ കുറുക്ക് വഴിയാക്കി മാറ്റിയ ഒരു MP, വളഞ്ഞ വഴിയെ ഇല്ലാത്ത ആൾക്കാരെ വോട്ടർമാരൊക്കെ മാറ്റി ജയിച്ചൊരു മന്ത്രി, MP ആയിട്ട് മന്ത്രിയായ മന്ത്രി, ആ മന്ത്രിക്ക് വ്യക്തതയില്ല. സ്വന്തം നിയോജകമണ്ഡലമായിട്ടുള്ള തൃശ്ശൂരാണോ എയിംസ് വരേണ്ടത്, അതോ എന്തോ കാരണത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറി കൂടിയ ആലപ്പുഴയാണോ വേണ്ടത്?
അത് ആദ്യകാലം തന്നെ പറഞ്ഞു കേട്ടുപോകുന്ന ഇവിടെ സർക്കാർ ഇവിടെ സ്ഥലവുമായി കാത്തിരിക്കുകയാണ് കേരള ഗവൺമെൻറ് കോഴിക്കോട് ഇത് കാലമായിട്ട് എയിംസ് ആരംഭിക്കാൻ വേണ്ടുന്ന സ്ഥലം ഇവിടെ കൊടുക്കാൻ തയ്യാറാണ് ഗവൺമെൻറ്. ആ കോഴിക്കോടിൻ്റെ പാടെ മറക്കുകയാണ്. കോഴിക്കോടിനെയും കബളിപ്പിച്ചു, തൃശ്ശൂരിനെ കബളിപ്പിച്ചു, ആലപ്പുഴയെ കബളിപ്പിച്ചു, എല്ലാവരെയും കുളിപ്പിച്ച് കിടത്തി BJP ഗവൺമെൻറ്. എല്ലായിടത്തും പറഞ്ഞു എയിംസ് എയിംസ് എന്ന് പറഞ്ഞു. എന്ത് നാടകമാണിത്? നിനക്കും എയിംസ്, നിനക്കും എയിംസ്, നിനക്കും എയിംസ്. പക്ഷെ എയിംസ് എവിടെ? എയിംസ് എവിടെ? അതിപ്പോൾ തരാമെന്ന് പറഞ്ഞു BJP വരുമ്പോഴത്തേക്ക് അതവിടെ പോയി ആർക്കും അറിയില്ല. GSTയുടെ വിഹിതത്തെപ്പറ്റി നമ്മൾ ഏറെ കാലമായിട്ട് പറഞ്ഞു പോകുന്ന കാര്യമാണ്. GST വന്നപ്പോൾ നഷ്ടം ചുമക്കേണ്ടി വന്ന സംസ്ഥാനമാണ് കേരളം. അന്ന് ഗവൺമെൻറ് പറഞ്ഞു ആ നഷ്ടം നികത്തപ്പെടും. GST നഷ്ടത്തിൻ്റെ ഭാഗം അത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു ഗവൺമെൻറ് ഇപ്പോൾ ആ കാര്യത്തിൽ മൗനം പാലിക്കുന്നു. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല നമ്മുടെ ബജറ്റ്. ജലപാത വികസനത്തെപ്പറ്റി നമ്മൾ കാത്തിരിക്കുകയാണ്. തെക്ക് നിന്ന് വടക്കോട്ടോ വടക്ക് നിന്ന് തെക്കോട്ടോ ജലപാത ഉണ്ട് ഇവിടെ. ആ ജലപാത വികസിപ്പിച്ചാൽ കേരളത്തിൻ്റെ ഇന്ത്യയുടെ തന്നെ തെക്കേ ഇന്ത്യയുടെ തന്നെ സ്ഥലമേഖലയിൽ ഒന്നിച്ച് കുതിച്ചുകയറ്റം ഉണ്ടാകും. യാത്ര ടൂറിസം മാത്രമല്ല ചരക്ക് നീക്കം വേഗത്തിലാകും. ഇത് കൂടുതൽ സ്വന്തപരമായ പരിസ്ഥിതിയുണ്ട്. അങ്ങനെയെല്ലാം ഉള്ള കാരണത്താൽ ജലപാത വികസനത്തിന് വേണ്ടി നമ്മൾ ആറ്റുനൂറ്റി കാത്തിരുന്നു. പക്ഷേ ബജറ്റ് മൂലം പാലിച്ചു. ബജറ്റ് പറയുന്നുണ്ടത്രേ ഒരു സിറ്റി ഇക്കണോമിക് റീജിയൻസിൻ്റെ വാഗ്ദാനമുണ്ട്. സിറ്റി ഇക്കണോമിക് റീജിയൻസ്, അതിന് ടയർ 1, 2, 3 എന്നൊരു നിർദ്ദേശവുമുണ്ടത്രേ. ഞാൻ മുഴുവൻ പഠിച്ചു പറയുകയില്ല, ഓടിക്കുക നോക്കിയത് നമ്മളാണ്. എന്താണ് സിറ്റി ഇക്കണോമിക് റീജിയൻസിൻ്റെ ടയർ 1, ടയർ 2, ടയർ 3 എന്ന വ്യക്തതയിലേക്ക് പോയി. ആ സംരംഭത്തിൻ്റെ എവിടെയും കേരളമില്ല. ഇവിടെ വികസിക്കാൻ പറ്റിയ സിറ്റികളില്ലേ, റീജിയൻസ് ഇല്ലേ? ഈ ടയർ 1, 2, 3 ആക്കാൻ പറ്റുന്നത് ഇവിടെ ഇല്ലേ? പക്ഷെ നമ്മുടെ പേര് അവിടെയും ഇല്ല. ഇവിടെ ബജറ്റ് പ്രകാരമാണെങ്കിൽ ഹൈ സ്പീഡ് റെയിൽവേ കോറിഡോർസ് 1, 2, 3, 4, 5, 6 അല്ല, 7 എണ്ണം വരാൻ പോകുന്നു എന്ന് പറയുന്നത് ബജറ്റ്. 7 എണ്ണം ഹൈ സ്പീഡ് റെയിൽവേ കോറിഡോർസ്. കേരളമില്ല. നമ്മളെ കബളിപ്പിക്കുകയാണ്. റെയിൽവേ മന്ത്രിയും ധനമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാ മന്ത്രിമാരും കൂടെ ചേർന്നുകൊണ്ട് BJP അകത്തന്നെ ചേർന്നുകൊണ്ട് നമ്മളെ കബളിപ്പിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ കേരളീയങ്ങളും ചേർന്നുകൊണ്ട് കേരള വിരുദ്ധമായ ഈ വഞ്ചനയ്ക്കെതിരായിട്ട് ഒറ്റക്കെട്ട് രംഗത്ത് വരും. അതൊരു വോട്ട് വിഷയമല്ല, രാഷ്ട്രീയ വിഷയമല്ല. നിരന്തരമായി വഞ്ചിക്കുന്നു നമ്മളെ കേരളത്തെ. അതുകൊണ്ട് അവർ പറയുന്ന ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ആ മുദ്രാവാക്യം എത്രയോ മഹത്തായ മുദ്രാവാക്യമാണ്. പക്ഷെ BJPക്ക് അർത്ഥം അറിയില്ല. BJPക്ക് എപ്പോഴും നോട്ടം ആരാ ഭരിക്കുന്നത് അവിടെ. അത് LDF ആണ്, എന്നാൽ ഇന്ത്യയുടെ ഭാഗമല്ല. ഒരൊറ്റ ജനത, അതേതാണ്? കേരളക്കാരാണ്. ആർക്ക് വോട്ട് ചെയ്യുന്നത് LDFനാണ്. അവരെ കൂട്ടാൻ പാടില്ല. ഇവരാണ് പറയുന്നത് ദേശസ്നേഹത്തിൻ്റെ എല്ലാ പാഠങ്ങളും നമ്മളെ പഠിപ്പിക്കാമെന്ന്. അവരാ പറയുന്നത് അവർ ഭാരത് മാതയുടെ കാവൽക്കാരാണ്. ഈ BJP തട്ടിപ്പൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് തട്ടിപ്പിൻ്റെ രാഷ്ട്രീയം സ്വായത്തമാക്കിയ BJPയുടെ തട്ടിപ്പിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയായിട്ട് ബജറ്റിനെ എല്ലാ രോഷത്തോടും കൂടി കേരളം കാണുകയാണ്. ഇവിടെ പിൽഗ്രിം ടൂറിസത്തിൻ്റെ സെൻറ്റേഴ്സ് 20 എണ്ണം വരാൻ പോകുന്നുണ്ട്. 20 എണ്ണം. പക്ഷെ കേരളമില്ല. ആ പിൽഗ്രിം ടൂറിസം സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കപ്പെടുന്ന 20ലും ശബരിമലയില്ല, ഗുരുവായൂരില്ല, വൈക്കമില്ല, പറശ്ശിനിക്കടവില്ല, ഒന്നുമില്ല. പേരുണ്ട് 20.
ഏറ്റവും ഫലപ്രദമായിട്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതേപറ്റി നീതി ആയോഗിന് പോലും മതിപ്പുണ്ട്. നീതി ആയോഗിൻ്റെ എല്ലാ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രീസിലും ആ വഴിക്കാണ് കേരളം ഒന്നാമതായത്. ഒന്ന് മാത്രം, എല്ലാ വികസന സൂചികകളും ഒന്നാമതാണ് കേരളം. ഇവിടെയാണ് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ളത്. ഏറ്റവും അധികം ആളുകൾക്ക് പ്രായമുള്ള സംസ്ഥാനം, ഓൾഡ് ഏജ് സുരക്ഷയുള്ളത് ഇവിടെയാണ്. ഗർഭിണികളെ അമ്മമാരുടെ മരണനിരക്ക് ഏറ്റവും കുറവ് ഇവിടെയാണ്. ആ നിശ്ചിതമായിട്ടുള്ള ഏജിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും പഠിക്കാൻ തീർന്നു വന്നതാണ്. ഒഴിഞ്ഞുപോക്ക് ഏറ്റവും കുറവ് ഇവിടെയാണ്. ഗ്രാമതലങ്ങളെയും നഗരങ്ങളെയും ഭേദമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും ഫലപ്രദമായിട്ടുള്ള ചികിത്സാ നെറ്റ്വർക്കുകൾ ഇവിടെയാണ്. ഇവിടെയാണ് എല്ലാ പഞ്ചായത്തുകളിലും പള്ളിക്കുളമുള്ളത്. ഇവിടെയാണ് ആ പള്ളിക്കുടങ്ങൾക്കെല്ലാം കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഒന്നാം തരം നിലവാരമുള്ള കെട്ടിടങ്ങളും പാഠ്യപദ്ധതിയും എല്ലാം ഉണ്ടായത്. അവിടെയെല്ലാം ഒന്നാം സ്ഥാനമാണ്. പക്ഷേ ആ കേരളത്തിന് അതിൻ്റെ ഈ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഒരു സഹായവും അവർ ചെയ്യുന്നില്ല. ബജറ്റ് അവിടെ ഈ മൗനം പാലിക്കുകയാണ്. അവർ കശുവണ്ടിയെപ്പറ്റി കൊക്കയെപ്പറ്റി പറഞ്ഞിട്ട് പോലും ഏറ്റവും നല്ല കശുവണ്ടിയുള്ളത് ഇവിടെയാണ്. ശക്തിമത്തായിട്ടുണ്ട് കശുവണ്ടി ഫാക്ടറികളുടെ ശൃംഖലയുള്ളത് ഇവിടെയാണ്. ആ കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിൽ പ്രതിസന്ധികളുണ്ട്. കണ്ടറിഞ്ഞുകൊണ്ട് ഏറ്റവും മികച്ച രുചികരമായ കശുവണ്ടി ഉണ്ടാക്കുന്ന കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പദ്ധതി പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യണം. കൊക്കോ ഇവിടെ വളരും. പക്ഷെ കൊക്കോയെ പറ്റിയുള്ള ആ പാക്കേജിലും നമുക്ക് സ്ഥാനമില്ല. ഇനി ഒറ്റ നോട്ടത്തിൽ എണ്ണി പറയാൻ പറ്റിയാൽ എല്ലാ രംഗത്തും, സമസ്ത രംഗത്തും കേരളത്തോട് കൊടിയ വഞ്ചന കാണിക്കുന്ന ബജറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആമയുടെ പേര് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് പരിസ്ഥിതിയെ ഒരിക്കലും രക്ഷിക്കാൻ പോകുന്നില്ല. ഇത് കടലിനെ കാക്കില്ല, കടൽ തീരങ്ങളെ കാക്കില്ല, കടലാഴങ്ങളെ കാക്കില്ല, ആമയെ കാക്കില്ല. അവർക്ക് വെറുപ്പാണ് പരിസ്ഥിതിയോട്. എന്തെങ്കിലും പോലുണ്ടെങ്കിൽ ഒരു പറയട്ടെ, ആരവല്ലി വിളനിരക പ്രധാനപ്പെട്ടൊരു റേഞ്ചാണിത്. ആരവല്ലി റേഞ്ചസ് ഗവൺമെന്റ് അതിന് കൊലച്ചു കൊടുത്തിരിക്കുകയാണ്. വൻകിടക്കാർക്ക് വേണ്ടി, കന്നത്തിന് വേണ്ടി. ഹിമാലയാസ്, നമ്മളെന്നും വായിക്കുന്ന വാർത്തകൾ, ഓരോ മഴക്കാലത്തും വരുന്ന വാർത്തകൾ ഹിമാലയത്തിലെ തകർച്ചയെ പറ്റിയാണ്. വെള്ളപ്പൊക്കം, കെടുതികൾ, മരണങ്ങൾ, ഹിമാലയാസ്, പശ്ചിമഘട്ടം, അവിടെയെല്ലാം അവഗണനയാണ് കേന്ദ്രത്തിൻ്റെ. ഈ ഗവൺമെന്റിൽ അതുകൊണ്ട് മുട്ടുശാന്തിക്ക് വേണ്ടി നുണ പറയാൻ ശ്രമിക്കുമ്പോൾ മാത്രം ആമയെ ഓർമ്മവരും, പർവ്വതങ്ങളെ ഓർക്കും, കടലിനെ പറ്റി പറയും, പ്രസംഗിക്കാൻ വേണ്ടി മാത്രം ഒരു വരും. പക്ഷേ അവർക്ക് പരിസ്ഥിതിയെപ്പറ്റി ശിക്ഷ കൂടില്ല. ജീവിയെപ്പറ്റി, ആവാസ വ്യവസ്ഥയെപ്പറ്റി, ജീവജാലങ്ങളെപ്പറ്റി, മനുഷ്യനെപ്പറ്റി BJPക്ക് തരുന്ന സ്നേഹമില്ല. ഈ ബജറ്റ് അതുകൊണ്ട് സ്നേഹശൂന്യമായ ഗവൺമെന്റിന്റെ ലാഭകേന്ദ്രീകൃതമായിട്ടുള്ള കൊള്ളയ്ക്ക് വേണ്ടി ചുട്ടുപിടിക്കുന്ന ഗവൺമെന്റിന്റെ ബജറ്റാണ്. ഈ ഗവൺമെന്റ് എന്നാലാണ് പറയുന്നത്, ഒരു അദാനി അംബാനി ബജറ്റാണ്. അവരുടെ കണ്ണിൽ അദാനിമാരും അംബാനിമാരും മാത്രമാണ് വെൽത്ത് ക്രിയേറ്റേഴ്സ്. ഇഷ്ടപ്പെട്ട വാക്കാണത്. നിർമ്മലാജി ആ വാക്ക് പലപ്പോഴും പറയും. പാർലമെന്റ് നിയമപരമായി കാട്ടവരാണ്. ആ നയങ്ങളെ വിമർശിച്ചാൽ, അവരെ പറ്റി പറഞ്ഞു പോയാൽ അപ്പോൾ അവർ പ്രകോപതിയാകും, ചാടി വീഴും. അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോഴും ആക്രമിക്കുന്നത് നാടിൻ്റെ വെൽത്ത് ക്രിയേറ്റേഴ്സ് തന്നെയാണ്. ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ ആക്രമിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വെൽത്ത് ക്രിയേറ്റേഴ്സായി, സമ്പത്ത് ഉത്പാദകരായി കോർപ്പറേറ്റ് കൊള്ളക്കാരെ മാത്രമേ കാണുന്നുണ്ട്. കർഷകരെ, തൊഴിലാളികളെ, പാവങ്ങളെ സമ്പത്ത് ഉത്പാദനത്തിൻ്റെ ബന്ധുവായി പോലും കാണാൻ കൂട്ടാക്കാത്ത ഗവൺമെന്റ്. ആ ഗവൺമെന്റ് അതിൻ്റെ
വർഗനയങ്ങളെ, വർഗ സ്വഭാവത്തെ എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നയങ്ങളുടെ വിഖ്യാപനമാണ് ഈ ബജറ്റ്. അതുകൊണ്ട് ഈ ബജറ്റിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിക്കുന്ന പേര് ജനദ്രോഹ ബജറ്റ് എന്നാണ്. അതിനെതിരായിട്ട് രാജ്യത്തെമ്പാടും ഉറപ്പായിട്ടും ജനരോഷമാണ് ഇപ്പോൾ. 12-ാം തീയതി നടക്കാനിരിക്കുന്ന വലിയ പണിമുടക്കുണ്ട്. ആ പണിമുടക്കിൽ തൊഴിലാളി വർഗം ഇന്ത്യ ഗവൺമെൻറ്റിന്, BJP ഗവൺമെൻറ്റിന് ഒരു നോട്ടീസ് കൊടുക്കാൻ പോവുകയാണ്. തൊഴിലാളിയെ ഞങ്ങളെ കുഴിച്ചു മൂടിക്കൊണ്ട്, തൊഴിലാളികളെ കുച്ചിക്കലും കിട്ടുകൊണ്ട്, കൊള്ളക്കാർക്ക് വേണ്ടി ഓശാന പറഞ്ഞ് ഗവൺമെൻറ്റിനോട് ഒരു മുന്നറിയിപ്പായിട്ടായിരിക്കും ആ പണിമുടക്ക്. ആ പണിമുടക്കിന് ഈ ബജറ്റ് ആക്കം പകരും. ബജറ്റ് വായിക്കുന്ന ആരും പറയും ഈ ബജറ്റുമായി വൻകിടക്കാർക്ക് വേണ്ടി മുന്നോട്ട് വന്ന് ഗവൺമെൻറ്റിനെ പിടിച്ചു കെട്ടിയേ തീരുന്നു. അവരെ പിടിച്ചു കെട്ടാനായി സംഘടിച്ച് രംഗത്ത് വരുന്ന തൊഴിലാളി വർഗത്തെയും കർഷകരെയും ജനങ്ങൾ പിന്തുണയ്ക്കും. അതുകൊണ്ട് 12-ാം തീയതിയിലെ പണിമുടക്ക് തൊഴിലാളി കർഷക പണിമുടക്ക് മാത്രമല്ല, അത് ഇന്ത്യൻ ജനതയുടെ ഒന്നാകെ ഒരു പോരാട്ടമായിട്ട് മാറുമെന്ന് പ്രഖ്യാപിക്കാനും ഈ ബജറ്റ് കാരണമാകുന്നു. ഇതായില്ലേ ഈ ചിന്തിക്കുന്നത് പറയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും ഇന്നും നാളെയുമായി അമ്പിച്ച പ്രതിഷേധമുണ്ടാകും. കേരളത്തിൽ, ഇന്ത്യയിലകത്തന്നെ ഉണ്ടാകും. പല രൂപത്തിലുണ്ടാകും. പന്തം കൊളുത്തിയും പന്തം കൊളുത്താതെയും ഉണ്ടാകും. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനങ്ങൾ മുദ്രാവാക്യം വെച്ച് രംഗത്ത് വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പ്രക്ഷോഭങ്ങളെല്ലാം പിന്താങ്ങുന്നു. എല്ലാ സ്ഥലങ്ങളിലുമുള്ള പാർട്ടി ഘടകങ്ങളും ഈ ജനദ്രോഹ ബജറ്റിൻ്റെ ജനദ്രോഹ നയങ്ങളെ തുറന്നു കാണിക്കുന്ന നിഷേധ പ്രസ്ഥാനം കെട്ടിപ്പടുത്തുകൊണ്ട് രംഗത്തിറങ്ങാൻ ശ്രമിക്കുന്ന എല്ലാവരുടെയും കൂടെ കൈകോർത്ത് നീങ്ങാൻ എല്ലാ പാർട്ടി ഘടകങ്ങളോടും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആഹ്വാനം ചെയ്യും. അതിനെപ്പറ്റി എന്ത് പറയാനാണ്? എനിക്കെന്ത് പറയാനാണ്? കേന്ദ്രത്തിലെ ഗവൺമെൻറ് ആർക്കും വരെ അറിയില്ല. അവർ പാർലമെൻറ്റിലും അത്ര വലിയ ശക്തിപ്പെടുന്നവരല്ല. കേരളമായതുകൊണ്ട് 2 പേരെ മന്ത്രിമാരാക്കി. അവരെന്തു പറയുന്നു, ഇത് ചെയ്യുന്നുവെന്ന് അവർക്ക് പോലും അറിയില്ല. അങ്ങനെയുള്ള 2 പേര്, ഒരാൾ ഹാസ്യ കഥാപാത്രമാണ്, വേറൊരാൾ ഒരു പാവ മനുഷ്യനാണ്. 2 പേരും കൂടി കേരളത്തെ ഒരുമാതിരി പരിവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എത്ര ലഭ്യത കുറവാണ്. ഏറ്റവും അധികം ലാൻഡ് സ്കേഴ്സിറ്റിയുള്ള സംസ്ഥാനമാണ് കേരളം. ജനസംഖ്യാനുപാതം ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. നിശ്ചിത സ്ക്വയർ കിലോമീറ്ററിൽ ഏറ്റവും വേറെ ജനം താമസിക്കുന്ന മണ്ണാണ് കേരളത്തിലാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ, ജനവാസ കേന്ദ്രങ്ങളെ, കൃഷിയെ, കൃഷിഭൂമിയെ എല്ലാം പരിഗണിച്ചുകൊണ്ട് അവയ്ക്കൊന്നും കാര്യമായ പരിക്കേൽക്കാത്ത തരത്തിലുള്ള ഒരു അതിവേഗ റെയിൽ സിസ്റ്റം ഉണ്ടാകണം. ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശാസ്ത്രീയ ജ്ഞാനം നമുക്കുണ്ട്, അറിവുള്ളവരുണ്ട്. ഏതാണ് ഏറ്റവും മികച്ചത്? ഈ പറയുന്ന ഘടകങ്ങൾ ഏറ്റവും വേഗതയിൽ പോകണം, ഏറ്റവും ചെറിയ അളവ് സ്ഥലമേ മാറ്റിവെക്കാനുള്ളൂ. നമുക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കാൻ പാടില്ല. ഇതിനെല്ലാം പറ്റിയ ടെക്നോളജി ഉണ്ട് ഇപ്പോൾ. ആ ടെക്നോളജിയെ, ആ ടെക്നോക്രാറ്റ്സിനെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സ്കീം ഉണ്ടാക്കാൻ പ്രയാസമില്ല. അങ്ങനെ പോകാനുള്ള വഴികൾ തേടാൻ മുൻവിധി ഒന്നും കൂടാതെ നാം തയ്യാറാണ് കേരള സർക്കാർ. അതിൽ ഈ ശ്രീധരൻ്റെ നോഹാവും ഉപയോഗിക്കാൻ ചുരുക്കമാണ് ഇന്ത്യ. അതൊന്ന് രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വേണ്ടിയുള്ള ഉപയോഗിക്കാൻ പാടില്ല. എന്താണെന്നറിയില്ല, ഈ ശ്രീധരൻ സാർ പെട്ടെന്ന് പ്രകോപിതനായി. ഞാൻ എല്ലാ സ്നേഹത്തോടെയും പറയുന്നു ശ്രീധരൻ സാറിനോട്, പ്രകോപനം വേണ്ട.
പ്രകോപനം വേണ്ട. കേരളത്തിൻ്റെ ആവശ്യം അതിവേഗ റെയിൽവേ തന്നെയാണ്. അത് സാധ്യമാണ്. സാധ്യമാക്കുമ്പോൾ ജനങ്ങൾക്കുള്ള എല്ലാ വിഷയങ്ങളെയും പരിഗണിക്കും കേരള സർക്കാർ. അവരുടെ ആവാസസ്ഥലം ഏറ്റവും ചുരുക്കമായി നഷ്ടപ്പെടാവൂ, ഏറ്റവും ചുരുക്കമായി. കൃഷിഭൂമി, വീടുകൾ, അതൊന്നും പരമാവധി നഷ്ടപ്പെടാതെ നോക്കണം. അഥവാ അത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നാൽ അവർക്ക് ലഭിക്കേണ്ട ഏറ്റവും നല്ല മികച്ച നഷ്ടപരിഹാരം കൊടുക്കണം. അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ജനപ്രിയമായിട്ടുള്ള ജനപകരപ്രദമായിട്ടുള്ള പദ്ധതിക്ക് പോകാൻ സാധ്യതയുണ്ട് ഇവിടെ. അതിനുവേണ്ടിയാണ് കേരള സർക്കാർ നിൽക്കുന്നത്. അതുകൊണ്ട് കേരള സർക്കാർ സഹകരിക്കട്ടെ എന്ന് ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട് കേന്ദ്രവുമായി. കേന്ദ്രമന്ത്രിക്കും അറിയാം, അത് ശ്രീധരൻ സാറിനും അറിയാം. എല്ലാ ആദരവോടെയും ഞാൻ പറയുന്നു, ശ്രീധരൻ സാർ കേരളത്തിൻ്റെ ഈ വികസനാവശ്യത്തിന് മുമ്പിൽ എല്ലാ പ്രകോപനവും മാറ്റിവെച്ചുകൊണ്ട് സഹകരണത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് സർക്കാർ നിൽക്കുമ്പോൾ സർക്കാരുമായി സഹകരിക്കാൻ തയ്യാറാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതാണ് എൻ്റെ അഭ്യർത്ഥന. പൂർണ്ണമായിരിക്കും. എനിക്ക് രാജീവിൻ്റെ അവസ്ഥയെപ്പറ്റി സങ്കടമുണ്ട്. ഒരിക്കലും ജയിക്കാത്ത കേസ് വാദിക്കാൻ വേണ്ടി നിയുക്തനായുള്ള വക്കീലിൻ്റെ ഗതികളാണ്. ഞാൻ വക്കീലല്ല, ഈസ് എ ബിസിനസ്മാൻ. പക്ഷെ ആ ബിസിനസ്മാൻ ജനങ്ങളുടെ കോടതിയിൽ പ്രത്യേകതരം കേസ് വാദിക്കുകയാണ്. ഇപ്പോൾ മൂക്ക് താഴേക്കുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ആ കേസ് ജയിക്കില്ല. പരമ്പരയായി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ വഞ്ചിക്കുമ്പോൾ, വിവേചനം കാണിക്കുമ്പോൾ, വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ, അത് കണ്ട് ജനങ്ങളാകെ പൊറുതുമുട്ടുമ്പോൾ ഇവരുടെ എല്ലാ മനസ്സിലും കേന്ദ്ര സർക്കാരിനോട് അമർഷം പറഞ്ഞു പൊന്തുമ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ വാദിക്കണം, ഈ കേസ് വാദിക്കണം എന്ന് പറയുകയാണ്. കേന്ദ്ര സർക്കാർ ഈ ഗവൺമെന്റിന് വേണ്ടി ജയജയപ്പെടാൻ പറയുകയാണ്. അദ്ദേഹം ആ കേസ് വാദിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികം. പക്ഷെ ആ കേസ് പൊളിഞ്ഞ കേസാണ്. ഒരു പൊളിഞ്ഞ കേസും ഏത് വക്കീലിനും വാദം കൊണ്ട് ജയിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ മാന്യ സുഹൃത്തോടെ എൻ്റെ അഭ്യർത്ഥന, ഇത്തരം പൊളിയുന്ന കേസുകൾ വാദിക്കേണ്ടതായി നോക്കല്ലേ എന്നാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.